ഒരു PDF ഫയൽ കയ്യിലോട്ട് തന്നിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കും? നമ്മൾ എന്തെടുക്കും, നേരെ ഗൂഗിളിൽ കയറി ഓൺലൈൻ PDF എഡിറ്റർ തപ്പും, അതിൻ്റെ അകത്തോട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ഒന്നും തന്നെ ഓൺലൈൻ PDF എഡിറ്ററിലൂടെ ഒന്നും നടക്കത്തില്ല. അപ്പം പ്രോപ്പർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു PDF ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു PDF എഡിറ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതും നമ്മുടെ ഫോണിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു PDF ഫയൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വണ്ടർഷെയറിന്റെ PDF എലിമെന്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലേക്ക് എത്താൻ പറ്റും. ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് ഇതിൽ സൈൻ അപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇതിൽ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഹോം പേജിൽ നമുക്ക് റീസെന്റ് ആക്ടിവിറ്റീസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു PDF ഫയൽ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു PDF ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു PDF ഫയൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ PDF ഫയലിന്റെ ഏത് ഭാഗമാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് കൂടെ വരും. ഇവിടെ നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ ഈ സ്ക്രീനിൽ എവിടെ പ്രസ് ചെയ്യുന്നു അവിടെ ഒക്കെ എഡിറ്റബിൾ ആയിട്ടുണ്ടായിരിക്കും. നോക്കിയേ, ഇതിൽ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതേപോലെ മായ്ച്ചു കളയണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇനി ഇതിലേക്ക് ഒരു പുതിയ ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് വീണ്ടും എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് നമുക്ക് ഏത് ഇമേജ് ആണോ ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇമേജ് ഈ ഒരു ആപ്പിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ രീതിയിൽ നമുക്ക് ഈ ഇമേജ് ഈ ഒരു PDFന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ സൈസ് ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ആ ഒരു ഇമേജ് ഇപ്പം ഈ ഒരു PDF ഫയലിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി ഒരു PDF ഫയലിൽ അനോട്ടേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ഈ കമന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കമന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏത് ഓപ്ഷനും സെലക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിനൊരു അണ്ടർലൈൻ കൊടുക്കുകയാണ്. ഇനി അണ്ടർലൈൻ കൊടുക്കുന്നതിന്റെ ഡിസൈനിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇതേ രീതിയിൽ പല ഡിസൈനുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും. ഹൈലൈറ്റ് ചെയ്യുന്ന കളർ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടും ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ യെല്ലോ കളർ സെലക്ട് ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ PDF സ്റ്റിക്കി നോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഏറ്റവും താഴെയുള്ളത് ഈ ഒരു സ്റ്റിക്കി നോട്ടിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് ഏത് കളർ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് നോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് നോട്ട് ആഡ് ചെയ്യുക. ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റിക്കി നോട്ട് ആഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കിയേ, നമ്മൾ എഴുതിയ കാര്യം ഇതിലുണ്ടായിരിക്കും. ഇത് മാത്രമല്ല, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി PDF ഫയലിന്റെ പേജ് മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾ പേജസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, പുതിയ പേജുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഏതെങ്കിലും ഒരു പേജ് സെലക്ട് ചെയ്യുന്നു. 1-2 പേജുകൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ വേണ്ടാത്ത പേജുകളൊക്കെ ഉണ്ടെങ്കിൽ PDFൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പുതിയ പേജുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. റൊട്ടേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ആണ്. നമുക്ക് ഏത് പേജാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ സെക്ഷനിൽ തന്നെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജുകൾ സ്പ്ലിറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും മാർജിൻ കൊടുക്കാനും കോപ്പി ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വലിയ PDF ഫയലിൽ നിന്ന് 1-2 പേജുകൾ മാത്രമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും പറയാൻ പോകുന്ന ഒരു PDF ഫയലിൽ സാധാരണഗതിയിൽ ഏറ്റവും അത്യാവശ്യം വരാറുള്ള ഒരു കാര്യമാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാനൊക്കെ ചിലപ്പോൾ ഒരു PDF ഫയൽ അയച്ചു വന്നിട്ട് പലരും നമ്മളോട് പറയാറുണ്ടായിരിക്കും. ആ സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകും. പക്ഷെങ്കിൽ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്ന PDFലേക്ക് ഒരു സിഗ്നേച്ചർ ഇടാൻ പോവുകയാണ്. അതിനായിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഫിൽ ആൻഡ് സൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ സിഗ്നേച്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ
ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണോ അത് ഇവിടെ ഇടുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിഗ്നേച്ചർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എവിടെയാണോ സിഗ്നേച്ചർ ഇടേണ്ടത് അവിടേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് അതിന്റെ സൈസ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങോട്ട് വേണമെങ്കിലും ഈ സിഗ്നേച്ചർ നീക്കി നമുക്ക് അലൈൻ ചെയ്ത് വെക്കാനും സാധിക്കും. ഇനി സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്റ്റാമ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നോക്കി, ഇതേപോലുള്ള സ്റ്റാമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് PDF യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി ഒരു ആപ്പ് അല്ലേ? ഇനിയും ഉണ്ട് ഇതിൻ്റെ അകത്തിലെ ഫീച്ചേഴ്സ്, അതുകൂടെ ഞാൻ പരിചയപ്പെടുത്താം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ AI ഫീച്ചേഴ്സ് ആണ്. അതായത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ഇംഗ്ലീഷിൽ ഉള്ള PDF ഫയലാണ്. എനിക്കിത് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് വീണ്ടും നമ്മൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും എഡിറ്റിംഗിന്റെ ആ ഒരു ഇന്റർഫേസ് വന്നു. അതിലേക്ക് നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ AI ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് AI ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സമ്മറൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. ജസ്റ്റ് ട്രാൻസ്ലേറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിന്ദിയിലേക്ക് ആണ് ഈ ഒരു PDF ട്രാൻസ്ലേറ്റ് ആയി വന്നിട്ടുള്ളത്. മലയാളം ട്രാൻസ്ലേഷൻ ഇതിൽ ഇപ്പം കിട്ടുന്നില്ല. ഫ്യൂച്ചറിൽ മലയാളം ട്രാൻസ്ലേഷൻ വരുമായിരിക്കാം. അപ്പൊ നമുക്ക് മറ്റേതെങ്കിലും ലാംഗ്വേജ്, ഇപ്പം ഇവിടെ ഹിന്ദി എന്നുള്ളത് മാറ്റി ഞാൻ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല ലാംഗ്വേജസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഹിന്ദി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. തമിഴുണ്ട്, ഞാൻ തമിഴ് സെലക്ട് ചെയ്തു. ഇവിടെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് എത്ര എളുപ്പം ഒരു PDF ഫയലിനെ ഈ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇനി നമുക്കൊരു PDF ഫയലിന്റെ സമ്മറി വേണമെങ്കിൽ അതും സിമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സെയിം AI ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്മറൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു PDF ഫയലിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള സമ്മറി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു PDF ഫയലിലെ കീ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു വലിയ PDF ഫയൽ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിലെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് അതിന്റെ കീ പോയിന്റ്സ് എന്നുള്ളത് നമുക്കൊരു സിമ്പിൾ ക്ലിക്കിൽ AIയുടെ ത്രൂ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത ഒരു സംഭവം ഉണ്ട്, അതും ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളൊരു PDF ഫയൽ ക്രിയേറ്റ് ചെയ്തു, പക്ഷെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് അത്ര ശരിയല്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് വീണ്ടും നമ്മൾ AI ടൂളിലേക്ക് വരുന്നു. ഇവിടെ ഗ്രാമർ ചെക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. AI തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. നോക്കി, നമ്മുടെ ആ ഒരു PDF റീറൈറ്റ് ചെയ്ത് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത രീതിയിൽ AI ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. AI ടൂൾസിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചാറ്റ് വിത്ത് PDF. അതിനായിട്ട് ജസ്റ്റ് ഈ ചാറ്റ് വിത്ത് PDF ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് PDF ഫയലിന്റെ സമ്മറി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ജനറേറ്റ് മൈൻഡ് മാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ സെക്കൻഡ്സിനുള്ളിൽ മൈൻഡ് മാപ്പ് ഇവിടെ ക്രിയേറ്റ് ആവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ PDF ഫയലിന്റെ മൈൻഡ് മാപ്പ് ആണ് ഇതാ ഈ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കി, നമ്മൾ കൊടുത്തിട്ടുള്ള PDFന്റെ മൈൻഡ് മാപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു PDF ഫയലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ നമുക്കത് ആസ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു വാട്ട് ആർ ദ കീ പോയിന്റ്സ് ഓഫ് ദിസ് ഫയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ PDF ഫയലിന്റെ കീ പോയിന്റ്സ് എനിക്ക് വേണം. അതാണ് ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആണ് ദാ ഈ വന്നിരിക്കുന്നത്. ഈ ഒരു PDF-മായി ബന്ധപ്പെട്ട കീ പോയിന്റ്സ് എല്ലാം തന്നെ ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വലിയൊരു ഫയലാണ്, ഒരു 10-50 പേജ് ഉള്ള ഒരു PDF ഫയലാണ്. പക്ഷെങ്കിൽ നമുക്ക് അതിൻ്റെ അതിലെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു PDF ഫയലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ AI ചോദിക്കാം. AI തന്നെ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള കറക്റ്റ് മറുപടി നമുക്ക് തരികയും ചെയ്യും. സാധാരണ PDF എഡിറ്ററുകളിൽ കിട്ടാത്ത ഒരു ഫീച്ചർ ഉണ്ട്, അതുകൂടെ ഒന്ന് പരിചയപ്പെടാം. OCR PDF. അതായത് നമുക്ക് എഡിറ്റബിൾ അല്ലാത്ത ഒരു ഫയലിനെ എഡിറ്റബിൾ ആക്കി അതിനെ PDF ആക്കി മാറ്റണം. സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനൊരു ഫയൽ, എഡിറ്റബിൾ അല്ലാത്ത ഒരു ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എഴുതി വന്നിട്ടുണ്ട് റെക്കഗ്നൈസ് ടെസ്റ്റ് OCR PDF. അതായത് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എഡിറ്റബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് OCR PDF എന്നുള്ള ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. റെക്കഗ്നൈസിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യും, അനലൈസ് ചെയ്ത് ഇത് ഒരു എഡിറ്റബിൾ ഫയലായിട്ട് കൺവേർട്ട് ആവും. നോക്കി, ആ ഒരു ഫയൽ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു സാധാരണ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു PDF ഫയൽ പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഇനി ജസ്റ്റ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫയൽ ആയിട്ടുണ്ട്. ഇനി ഇതിൽ റെസിപ്റ്റ്
അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇതിലേക്ക് നമ്മൾ ഒരു റെസിപ്റ്റ് പേപ്പർ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കീ ഡേറ്റ അത് എക്സ്ട്രാക്ട് ചെയ്യും. അതായത് ആ റെസിപ്റ്റിലുള്ള മർച്ചന്റ് ഡേറ്റ, ഡേറ്റ്, ടാക്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് സിങ്ക് ചെയ്തിട്ട് മൾട്ടിപ്പിൾ റെസിപ്റ്റ് എക്സൽ റിപ്പോർട്ടായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഈ ചെറിയൊരു ആപ്പിനുള്ളിൽ ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് അല്ല. ഇതിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ ഒരു ആപ്പിൽ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും നിങ്ങൾ PDF കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്താലും ഒരു രീതിയിലുള്ള നഷ്ടം ഉണ്ടാകത്തില്ല. കാരണം പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലൂടെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് സെറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ ഒരു ആപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആ രീതിയിലാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇത് നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.